ചെയ്യാനുണ്ടല്ലേ. പക്ഷേ പാലാ പൂവരണി സ്വദേശിയായ KT ജോസഫിന്റെ വഴികൾ ഏറെ വ്യത്യസ്തമാണ്. എന്താണെന്നോ, കഴിഞ്ഞ 25 വർഷമായി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ശേഖരിച്ച 5000-ലധികം വരുന്ന ചില്ലു കുപ്പികളുടെ ശേഖരമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. വീടിന് മുറ്റത്ത് കുപ്പിയുടെ ആകൃതിയിൽ തീർത്ത സ്റ്റെയർ കേസ്. ഇത് കയറി വീടിന്റെ ടെറസിലേക്ക് എത്തിയാൽ കാത്തിരിക്കുന്നത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വില കൊടുത്തും അല്ലാതെയും വാങ്ങിയ കുപ്പികളാണ്. മനുഷ്യൻ പറ്റി ചുമ്മാ ഇരുന്നപ്പം എനിക്കൊരു അവൺ സൂപ്പ് കിട്ടി വഴിയേരി കിടന്ന്. ആ അവൺ സൂപ്പ് വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പിള്ളേർക്ക് അത്ഭുതം, ഇതിങ്ങനെ വരയിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു പുതിയ ഐഡിയ കിട്ടി. പിള്ളേർക്ക് കുപ്പി പഴയ കാലത്തെ കുപ്പി കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറേ കുപ്പി പെറുക്കി 10-12 കിട്ടി. അടുത്ത വീട്ടിൽ പോയി. അങ്ങനെ ആ വീടുകളിൽ നിന്നെല്ലാം ചില സ്ഥലത്ത് ഹോമിയോയുടെ കുപ്പി, ആയുർവേദത്തിൻ്റെ കുപ്പി, ഇങ്ങനെ കുപ്പികൾ കിട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നാട് നീളെ ഒരു ബിഗ് ഷോപ്പറുമായിട്ട് നടക്കാൻ തുടങ്ങി. ഈ പാണ്ടിക്കാർ വരുന്നത് വിളിച്ചു പറഞ്ഞു, നമുക്ക് നാണമില്ലല്ലോ ഇങ്ങനെ കുപ്പി ഉണ്ടോ കുപ്പി എന്ന് ചോദിച്ച് നടന്നത്. 56-ാം വയസ്സിൽ മുക്കുളം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ചതിനു ശേഷമാണ് കുപ്പി ശേഖരണത്തിലേക്ക് കടന്നത്. ആദ്യം മരുന്നു കുപ്പികളും സോഡാ കുപ്പികളുമൊക്കെയായിരുന്നു ശേഖരിച്ചിരുന്നെങ്കിൽ പിന്നീട് കൗതുകം നിറഞ്ഞ കുപ്പികളിലേക്കായി ശ്രദ്ധ. 86-ാം വയസ്സിൽ വ്യത്യസ്തമായ 5000-ലധികം കുപ്പികൾ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. കുപ്പികൾ ശേഖരിക്കാനും കഴുകി വൃത്തിയാക്കി അടുക്കി വയ്ക്കാനും കുടുംബത്തിന്റെയും പിന്തുണ. ഇപ്പോൾ ചില്ലുകുപ്പികൾ അധികമില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ശേഖരിക്കുന്നില്ല. നിലവിലുള്ളവയെ ഭംഗിയായി സൂക്ഷിക്കുകയാണ് ലക്ഷ്യം. മനോരമ ന്യൂസ്, കോട്ടയം. ഒരു ചില്ലു കൊട്ടാരം തന്നെയല്ലേ. ചില്ലുകുപ്പി കണ്ടപ്പോ ജോസഫേട്ടൻ ഹാപ്പി, ആ ചില്ലുകുപ്പി കണ്ട് നമ്മളും ഹാപ്പി. ഇതൊക്കെ കണ്ട് ഡബിൾ ഹാപ്പി ആയ ഒരാള് മനോരമ ന്യൂസിന്റെ ഈ ഒരു സമയം ഈ പ്രൊഡക്ഷനിലെ ഓഡിയോയിൽ ഇരിക്കുന്നുണ്ട്. ആരാന്നറിയോ? മൈക്കിൾ മാർസൽ, ഞങ്ങളുടെ ഓഡിയോ എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന് ഈ കുപ്പിയും ജോസഫേട്ടനുമായി എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛനാണ് ഈ ജോസഫേട്ടൻ. അപ്പം അതുകൊണ്ട് എന്നോട് ഈ റിപ്പോർട്ട് പോകുന്നതിന് മുമ്പ് പറയാണ്, കുറച്ചധികം തള്ളി പറയണേന്ന്. ഇന്ന് ഭാര്യ വീട്ടിൽ എന്തോ വലിയ ചെലവ് ഒരുക്കി വെക്കും, അപ്പം അതിനുവേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന വണ്ണമാണ്, അല്ലെങ്കിൽ എന്നോട് കുറച്ച് തള്ളി പറയാൻ പറഞ്ഞത്. എന്തായാലും നല്ല റിപ്പോർട്ടായിരുന്നു. ജോസഫേട്ടന്റെ കുപ്പി സ്നേഹം ഇനിയും തുടരട്ടെ.